നമസ്കാരം. ഒരുപാട് പേര് നമ്മൾ ചോദിക്കാറുണ്ട് ഫ്രഷേഴ്സിന് എന്തെങ്കിലും വേക്കൻസീസ് വരുമ്പം ഒന്ന് വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ അറിയിക്കണം എന്നുള്ളത്. നമുക്ക് ഫ്രഷേഴ്സിന് ഒമാനിലോട്ട് നല്ല വേക്കൻസി വന്നിട്ടുണ്ട്. മെയിനായിട്ട് നമുക്കുള്ള വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പർ മാർക്കറ്റിലോട്ടാണ്, ഒമാനിലോട്ടാണ്. അതിൽ സെയിൽസ്മാന്, അതുപോലെ തന്നെ ട്രോളി ബോയ്, ഇങ്ങനെയുള്ള ഒരുപാട് കാറ്റഗറികളിലോട്ടാണ്, ലേബർ കാറ്റഗറികളിലോട്ടാണ് നമുക്ക് വേക്കൻസി വന്നിട്ടുള്ളത്. ഓക്കെ, ഏകദേശം 115 ഒമാൻ റിയാൽ ബേസിക് സാലറി പ്ലസ് അക്കോമഡേഷന്, അതുപോലെ തന്നെ ഫുഡ് ഫെസിലിറ്റി കാര്യങ്ങൾ. 12 മണിക്കൂർ ഡ്യൂട്ടിയാണ് അവർ പറയുന്നത്. പക്ഷേ ഈ 12 മണിക്കൂർ ഡ്യൂട്ടിയിൽ നമുക്ക് എന്തുണ്ടാവും, ഏകദേശം ചെറിയൊരു ബ്രേക്ക് ടൈം കാര്യങ്ങളുണ്ടാവും. അപ്രോക്സിമേറ്റ് ഒരു 8.5-9 മണിക്കൂർ നമുക്ക് ടോട്ടൽ ഡ്യൂട്ടി ടൈം കാര്യങ്ങൾ ഉണ്ടാകത്തുള്ളൂ. ഇത് പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് സാലറിൻ്റെ പുറമെ നല്ലപോലെ ടിപ്പ് കാര്യങ്ങൾ കിട്ടാൻ പറ്റുന്ന ഒരു കാറ്റഗറി വേക്കൻസിയും കൂടെയാണ് നമ്മുടെ ഈ ഒമാൻ്റെ വേക്കൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എവിടെയും സൂപ്പർ മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ. ഇനി അതല്ല, നിങ്ങൾ ഫ്രഷറാണ്, എവിടെയും എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഇല്ല, പുതിയൊരാളാണ്, അപ്പം താല്പര്യമുണ്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഏകദേശം 21 വയസ്സ് മുതൽ ഏകദേശം 35 വയസ്സിലുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വേക്കൻസിയോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രത്യേക ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ചോദിക്കുന്നില്ല. ജസ്റ്റ് SLC പാസ് ഉണ്ടെങ്കിലും ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാം. ബേസിക് ആയിട്ടുള്ളൊരു ഇംഗ്ലീഷ് ഉണ്ടായാൽ മതി. മീൻസ് നമ്മുടെ പേരും കാര്യങ്ങളും ചോദിച്ചാൽ ഏകദേശം പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇംഗ്ലീഷ് കാര്യങ്ങൾ ഉണ്ടായാൽ മതി. ഹെവി ആയിട്ടുള്ള എന്തില്ല ലാംഗ്വേജോ കാര്യങ്ങളോ അറിയേണ്ട ആവശ്യങ്ങളോ ഇല്ല. ഓക്കെ, പ്രധാനമായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഫ്രഷേഴ്സിന് തന്നെയാണിത്. 115 ഒമാൻ റിയാൽ ഏകദേശം 30,000 സംതിങ് സാലറി കാര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ അക്കോമഡേഷൻ ഉണ്ടാവും, ഫുഡിൻ്റെ കാര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ലാംഗ്വേജ് കാര്യങ്ങൾ, ഇപ്പോൾ പുതിയൊരാൾ പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലപോലെ ലാംഗ്വേജ് കാര്യങ്ങളും കൂടെ ഏൺ ചെയ്യാൻ പറ്റിയ ഒരു വേക്കൻസിയും കൂടെയാണ് ഈ ഒമാൻ്റെ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് വേക്കൻസി. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ നമ്മൾ നമ്പർ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഡോക്യുമെൻറ്റ് കാര്യങ്ങൾ അയച്ചോളൂ. ഒരു ഇൻ്റർവ്യൂ, വലിയൊരു തരത്തിലുള്ള ഇൻ്റർവ്യൂ കാര്യങ്ങളില്ല. ജസ്റ്റ് നിങ്ങളുടെ CV, അതുപോലെ തന്നെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ബാക്ക്, അതുപോലെ നിങ്ങളുടെ ഫുൾ സൈസ് ഫോട്ടോയും കൂടെ ഒരു സിംഗിൾ PDF ആക്കിയിട്ട് നമുക്ക് അയച്ചു തരാമെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. സെലക്ഷനായി കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ മെഡിക്കൽ എടുക്കാൻ പറ്റും. അതിൻ്റെ പ്രധാന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദിയുടെ പോലെ ടെസ്റ്റോ കാര്യങ്ങളോ അങ്ങനെ സംഭവമൊന്നുമില്ല. ഡയറക്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് മെഡിക്കൽ കാര്യങ്ങൾ എടുക്കാം. സെലക്ഷനായി കഴിഞ്ഞാൽ മീൻസ് നമ്മൾ ഡോക്യുമെൻറ്റ് ജസ്റ്റ് അയച്ചു കൊടുക്കും. ആ ഡോക്യുമെൻറ്റ് ഷോർട്ട് ലിസ്റ്റിംഗ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, സ്പോട്ടിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഡിക്കൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മെഡിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിസ ഇഷ്യൂ ആകുന്നതാണ്. ഏകദേശം ഒരു 15 ദിവസത്തിനുള്ളിൽ വിസ ഇഷ്യൂ ആവും. അപ്രോക്സിമേറ്റ് നമുക്ക് 20 ഡേയ്സിൻ്റെ ഉള്ളിൽ, ഏകദേശം 20 ദിവസത്തിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റുന്ന കാൻഡിഡേറ്റ് ആയിരിക്കും നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത്. കാരണം നമ്മളത് എടുത്ത് അപ്രൂവൽ ആയി കഴിഞ്ഞ് പിന്നെ മെഡിക്കൽ എടുക്കാനും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ലേഗായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടായിരിക്കും. താല്പര്യമുള്ള ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തു, പെട്ടെന്ന് ഡോക്യുമെൻറ്റ് കാര്യങ്ങൾ അയച്ചോളൂ. വളരെ കുറഞ്ഞ സർവീസ് ചാർജ് കാര്യങ്ങളുള്ളൂ, പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും നമ്പറിലോട്ട് എന്ത് ചെയ്താൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ.